ആലുവിൻ്റെ സ്കൂളിലോട്ട് ഒരു പൊതിച്ചോറ് കൊടുത്തിടണമെന്ന് മിസ് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെളുപ്പിന് 4 മണിയൊക്കെ ആയപ്പോഴത്തെ കടകളിലോട്ട് ഹാജരായിട്ട് നമുക്കിനി ചടപടയെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാട്ടോ. അപ്പോൾ ആദ്യം തന്നെ കഞ്ഞി തിളപ്പിച്ചിറക്കി തെർമൽ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഒരു ഗ്ലാസ് ചായ ഞാൻ ഊതി കുടിച്ചേ. തലേദിവസം വൻപയർ വെള്ളത്തിൽ കുതിർക്കാനിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് ബീൻസും ക്യാരറ്റും കുനുകുനാന്ന് പറഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ട് അതും പേരൊതുക്കി എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരുള്ള ചമ്മന്തി ഉണ്ടാക്കി മാറ്റി വെച്ചു. വെന്ത് വന്ന പയർ താളിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉപ്പ് നോക്കിയതാണ് കേട്ടോ കണ്ടത്. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായി. അത് മൊത്തവും തേച്ച് കഴുകി പാത്രങ്ങൾ പിന്നെ പറയണ്ടല്ലോ, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ മുട്ട വറുക്കാനുള്ള ഒരു സവോള ചോപ്പറിലടിച്ചോടെ മാറ്റി വെച്ച് നമുക്കത് ചൂടോടെ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സവോള അരിഞ്ഞത് അങ്ങോട്ട് മാറ്റിയിട്ടോ. ഇപ്പം തന്നെ വറക്കുമല്ലോ, നമുക്ക് പൊതിച്ചോറ് കെട്ടുമ്പോഴത്തേക്കും വറക്കാമെന്ന് കരുതിയേ. ആ നേരം കൊണ്ട് ഞാൻ ലൈറ്റിൻ്റെ പുട്ടുപൊടിയുടെ പരസ്യം കാണിച്ചതല്ല. ഞാൻ ഇവിടെ ഒന്നും പുട്ടുണ്ടാക്കാറുണ്ടല്ലോ, അപ്പം ഇന്നൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്ത് രാഗിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ. അങ്ങനെ പുട്ടും ഉണ്ടാക്കി മാറ്റി വെച്ചു. മുട്ടയും വറുത്തു. അങ്ങനെ കറികളൊക്കെ മൊത്തവും റെഡിയായി. അയ്യോ, മീൻ വറുത്ത കാര്യം മറന്നു കേട്ടോ. മീനും ഞാൻ അതിനിടയ്ക്ക് വറുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ കറികളൊക്കെ മൊത്തവും റെഡിയായി. ബീൻസും ക്യാരറ്റും പേരൊതുക്കിയത്, വൻപയർ, ചമ്മന്തി, മുട്ട വറുത്തത്, മീൻ വറുത്തത്, പിന്നെ അച്ചാർ അപ്പുറത്തെ കടയിലാണ് കേട്ടോ. അങ്ങനെ ആലുവിന് ലഞ്ച് ബോക്സും റെഡിയായി. പൊതിച്ചോറും റെഡിയാക്കി ആലുവിനെ പറഞ്ഞു വിട്ടേ. പിന്നെ ഇപ്പം ഈ പൊതിച്ചോറ് കെട്ടണത് എനിക്കും ചേട്ടനും കൂടി ഉള്ളതാണ് കേട്ടോ. കണ്ടം വാഴയിലാണ് ഞങ്ങൾ പൊതിച്ചോറ് കെട്ടണത്. ഞാൻ എടുക്കുന്ന വാഴയില മൊത്തവും കീറിപ്പോണിരുന്നു കേട്ടോ. അത് സാരില്ല, കുഴപ്പമില്ല. പക്ഷേ ഇത് പൊതിയാനായിട്ട് ന്യൂസ് പേപ്പർ ഇല്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്ത് കൊച്ചുങ്ങളുടെ ബുക്ക് പൊതിയുന്ന പേപ്പർ എടുത്ത് ഹൈടെക് കളിയാണ് കേട്ടോ. ഞാൻ ആലുവിൽ പൊതിച്ചോറ് കൊടുത്തു വിട്ട പേപ്പർ അപ്പുറത്തെ കടയിലാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ചേട്ടനോട് പോയി ചേട്ടാ ഒരു പേപ്പർ തരുമെന്ന് വെച്ചപ്പോൾ ആ ചേട്ടന് ഒരു പേപ്പർ, ഞാൻ ഒരെണ്ണല്ലേ ചോദിച്ചോളൂ. അപ്പോൾ അതുകൊണ്ട് ആ ചേട്ടന് ഒരെണ്ണം തന്നു. ആ ചേട്ടനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾക്കുള്ള പൊതിച്ചോറും സെറ്റാക്കിയിട്ട് ആലുവിൻ്റെ സ്കൂളിൽ 10 മണിക്ക് PTA മീറ്റിംഗ് ഉണ്ടായി. അതിനുള്ള സാരി ഉടുക്കലാണ് ഈ കാണുന്നത്. ആദ്യം ഇത്തിരി ഗമ കാണിക്കാൻ വേണ്ടി സാരി കൊടുത്തു. അത് കൊടുത്തിട്ടും പറ്റില്ല. ലാസ്റ്റ് അവിടെ അത് അഴിച്ചിട്ട് ചേട്ടൻ നടക്കിടന്ന് പുറത്ത് കിടന്ന് അണ്ണാക്ക് വിളിക്കുന്നുണ്ട്, വാ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗം തന്നെ ഞാൻ ആ സാരി അഴിച്ചിട്ട് ഒരു ചുരിദാറും ഇട്ട് നേരെ പോയി മീറ്റിങ്ങും കൂടി വന്നിട്ടേ ഞാനും ചേട്ടനും കൂടി പൊതിച്ചോറ് കഴിക്കണേ. അയ്യോ, ആ വാഴ തുറന്നപ്പോൾ തന്നെ എൻ്റെ പൊന്നിയെ ഒരു മണം അങ്ങോട്ട് മൂക്കിലോട്ട് അടിച്ചു കേട്ടോ. ചേട്ടൻ പറഞ്ഞ് വേഗം തന്നെ ക്യാമറ ഓഫ് ആക്കിക്കും, എൻ്റെ കോൺസെൻട്രേഷൻ പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വാരി കഴിച്ച് പത്രമുള്ള